ഇവിടെ ഒരു പയ്യൻ ഡേഞ്ചറസ് ആയ റോളർ കോസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൈവച്ച് വെറുതെ ഇരിക്കാതെ സേഫ്റ്റി കൈ വെച്ചിരിക്കുന്ന സീറ്റ് ബെൽറ്റ് ഊരി അതിനുശേഷം പിന്നിലിരിക്കുന്ന അവന്റെ അമ്മയോട് നമ്മളെല്ലാവരും കുറച്ചു നേരത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഭാഗ്യത്തിന് ഇവൻ പറഞ്ഞതുപോലെ ഒന്നും നടക്കാതെ റൈഡ് കഴിഞ്ഞ് അവർ താഴെ ഇറങ്ങി. എന്നാൽ പറഞ്ഞത് അറം പറ്റിയതുപോലെ അടുത്ത റൈഡിൽ പോയവർ ആ വീൽ ഊരി പറന്നുപോയി താഴെയുള്ള കാറിൽ വന്ന് വീണ് എല്ലാവരും മരിച്ചുപോയി. ഇപ്പൊ അവരുടെ ബോഡി പോലീസ് ഇൻവെസ്റ്റിഗേഷനായി വെച്ചിരിക്കുകയാണ്. എന്നാൽ ആ റൈഡിൽ പോയത് 5 പേര് മാത്രമാണ്. നോക്കുമ്പോൾ ഇവിടെ 6 പേരുടെ ബോഡിയുണ്ട്. ഡോക്ടറും ചിലപ്പോൾ താഴെ നിന്ന് ആരെങ്കിലും ആയിരിക്കുമെന്ന് സംശയിച്ചു. അതിനുശേഷം അവന്റെ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ ഈ അപകടം നടക്കുന്നതിന് 10 മണിക്കൂർ മുമ്പ് അവൻ മരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഇവരുടെ കൂടെ ഇവനെ എടുത്തു കൊണ്ടുവന്നു എന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ബോൾട്ടും ഒരു സ്പാനറും കിട്ടുന്നത്. അത് വെച്ചാണ് റെയിൽ കാറിന്റെ വീൽ ആരോ ഊരിവിട്ടത്. എന്നാൽ ആ സ്പാനറിൽ രക്തക്കറയുമുണ്ട്. സോ ഈ അപകടം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പുള്ള CCTV ചെക്ക് ചെയ്തപ്പോഴാണ് അതിലൊരു പെണ്ണ് ഇവന്റെ കൂടെ റൈഡിൽ കയറിയിരുന്നു. സോ അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അവളെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് വിചാരിച്ചു വന്നു. അപ്പോഴാണ് ഇവൾക്ക് കുറെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയുന്നത്. അവരെല്ലാവരെയും കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അതിലൊരുത്തന്നെ ഇവൻ ഈ പെണ്ണിന്റെ കൂടെ ഉള്ളത് കണ്ടതും സ്പാനർ വെച്ച് ആ റെയിൽ കാറിന്റെ ബോൾട്ട് അയച്ചു മാറ്റിയിരുന്നു. എന്നാൽ ശരിക്കും അയക്കാത്തത് കൊണ്ട് അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അപ്പോഴും ദേഷ്യം തീരാതെ ആ സ്പാനർ വെച്ച് തന്നെ അവനെ അടിച്ചു കൊന്നു. അവിടെയുള്ള ഒരു കാറിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ഇപ്പൊ ഇവൻ ചെയ്ത പണി കൊണ്ട് റെയിൽ കാർ വീണ് 5 പാവപ്പെട്ടവരാണ് മരിച്ചുപോയത്.